അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 350 മീറ്റർ പെർ സെക്കൻഡ് ഇൻ ദി എയർ ഈസ് 35 ഹെർട്സ്. അതായത് വായുവില് 350 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു അണുദൈർഘ്യ തരംഗത്തിന്റെ ആവൃത്തി 35 ഹെർട്സ് ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിന്റെ ഈ തരംഗത്തിന്റെ അടുത്തടുത്ത രണ്ട് ഉച്ചമർദ്ദ മേഖലകൾ തമ്മിലുള്ള അകലം കാണാൻ. അതായത് അടുത്തടുത്ത കംപ്രഷൻസ്, ടു കോൺസിക്യൂട്ടീവ്, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് കംപ്രഷൻ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ഇക്വേഷൻ അറിയാം അല്ലെ, ബി ഇസ് ഈക്വൽ ടു എഫ് ലാംഡ ആണ് അല്ലെ. ഇവിടെ അടുത്തടുത്ത രണ്ട് കംപ്രഷൻ, ടു കോൺസിക്യൂട്ടീവ് കംപ്രഷന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ലാംഡ അല്ലേ. അതായത് അടുത്തടുത്ത തരംഗദൈർഘ്യം അല്ലേ. അതായത് അകലം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു തരംഗദൈർഘ്യം കാണാനാണ്, വേവ് ലെങ്ത് കാണാൻ. അപ്പൊ ബി ഇസ് ഈക്വൽ ടു എഫ് ലാംഡ ആണെങ്കിൽ ലാംഡ എന്ന് പറയുന്നത് എന്തായിരിക്കും? വി ബൈ എഫ്. ഇത് ഇപ്പത്തോട്ട് കൊണ്ടുവരിക, അത്രേ ഉള്ളൂ അല്ലെ. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഈ വാല്യൂസ് ഇട്ട് കൊടുക്കാം. അപ്പൊ ലാംഡ ഇസ് ഈക്വൽ ടു എന്താണ്? വി എത്രയാണ്? 350 മീറ്റർ പെർ സെക്കൻഡ് അല്ലെ. അതായത് സ്പീഡ് ഓഫ് വേവ് എന്ന് പറയുന്നത് 350 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ബൈ ഫ്രീക്വൻസി എത്ര? 35 ഹെർട്സ് അല്ലെ. 35 ഹെർട്സ്. അപ്പൊ ആൻസർ എത്ര കിട്ടും? 10 എന്ന് കിട്ടും അല്ലെ. അപ്പൊ അകലം എത്രയാണ്? 10 മീറ്റർ ആണ് അല്ലെ അകലം അഥവാ തരംഗദൈർഘ്യം. ഇനി വാട്ട് അബൌട്ട് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കോൺസിക്യൂട്ടീവ് ടു കോൺസിക്യൂട്ടീവ് റെയർ എന്ന് ചോദിച്ചാലോ? അത് ഇത് തന്നെയാണ് അല്ലെ. അതായത് എത്ര തന്നെ കിട്ടും? 10 മീറ്റർ തന്നെ കിട്ടും. അതായത് അടുത്തടുത്ത രണ്ട് കംപ്രഷൻസിന്റെ അകലം 10 മീറ്റർ ആണെങ്കിൽ അടുത്തടുത്ത രണ്ട് റെയർ ഫ്രാക്ഷൻസിന്റെ അകലവും 10 മീറ്റർ തന്നെ ആയിരിക്കത്തില്ലേ? മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. A sound wave with a frequency of 175 Hz has a wavelength of 2 meter. Calculate the speed of sound. അതായത് 175 ഹെർട്സ് ആവൃത്തിയുള്ള ഒരു ശബ്ദ തരംഗത്തിന്റെ തരംഗദൈർഘ്യം 2 മീറ്റർ ആണെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ശബ്ദ വേഗം കണക്കാക്കാനാണ് പറയുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് ഇക്വേഷനിലിട്ട് ഇതിനെ ചെയ്യാം. അതായത് വി ഇസ് ഈക്വൽ ടു എഫ് ലാംഡ അല്ലെ. ഇവിടെ വി തന്നെയല്ലേ കണ്ടുപിടിക്കേണ്ടത്? ശബ്ദ വേഗത, സ്പീഡ് ഓഫ് സൗണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ വി ഇസ് ഈക്വൽ ടു ഫ്രീക്വൻസി എത്രയാണ്? 175 ഹെർട്സ് അല്ലെ. ഇൻറ്റു അകലം എത്രയാണ്? വേവ് ലെങ്ത് എത്രയാണ്? 2 അല്ലെ. അപ്പൊ എത്ര കിട്ടും? 350. യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ 350 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടിയില്ലേ സ്പീഡ് ഓഫ് സൗണ്ട്, അതായത് ശബ്ദ വേഗം. അപ്പൊ നമ്മൾ ഇന്ന് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ്സ് ആണ് നോക്കിയത് അല്ലെ. എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ് അഥവാ സവിശേഷതകൾ, തരംഗത്തിന്റെ സവിശേഷതകൾ